വെൽക്കം ഓൾ കേരള ടോക്സിന്റെ പ്രീ പോൾ സർവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നോക്കുന്നത് തലസ്ഥാനമാണ്. തലസ്ഥാനത്തെ വെരി ഇമ്പോർട്ടൻ്റ് ഒരു നിയോജകമണ്ഡലമായ തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ബി.ജെ.പിക്ക് അവിടെ എത്രത്തോളം സാധ്യത ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, ത്രികോണ മത്സരം നടക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ് തിരുവനന്തപുരത്തെ പല ജില്ലകളും. തിരുവനന്തപുരത്തെ ഒരു 4-5 നിയോജകമണ്ഡലിൽ നമ്മൾ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ LDF-ന്റെ MLA ആന്റണി രാജുവാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കേസുമായിട്ട് അദ്ദേഹം മത്സരിക്കാൻ അറിയില്ല. കേരള കോൺഗ്രസ് ബിക്കാണ് ആ സീറ്റ് അവർ കൊടുത്തിരിക്കുന്നത്. VS ശിവകുമാറാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ഇനിയും അദ്ദേഹം തന്നെ മത്സരിക്കും, അല്ലെങ്കിൽ ശബരിനാഥ് മത്സരിക്കുന്നതാണ് പറയപ്പെടുന്നത്. 2024 ശശി തരൂരിന് വ്യക്തമായ ലീഡ് കൊടുത്ത ഒരു നിയോജകമണ്ഡലമാണ് തിരുവനന്തപുരം. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ടേമും, ത്രിതല പഞ്ചായത്ത് വരുമ്പോൾ ഒരു ടേമും, നിയമസഭ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ടേമും, അങ്ങനെ ഒരു 3 ടേമിലും വ്യത്യസ്തമായിട്ടുള്ള ലീഡ് വരുന്ന ഒരു സ്ഥലമാണ് ഈ തിരുവനന്തപുരം നിയോജകമണ്ഡലം. കേരള ടോക്സ് അവിടുത്തെ നേരിട്ട് പോയി തലസ്ഥാനത്ത് പോയി അവിടുത്തെ ജനങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ ഭരണം വളരെ മോശമായിരുന്നു എന്ന് വേണം പറയാൻ. അത് ജനങ്ങൾക്ക് തീരെ പിടിക്കുന്നില്ല. ഇപ്പോൾ അവിടെ BJPയുടെ സാധ്യത എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം BJPക്ക് ത്രികോണ മത്സരത്തിനുള്ള നല്ല സാധ്യത ഉണ്ട്. 3 ആൾക്ക് കട്ടയാണ്. പക്ഷേ കോർപ്പറേഷൻ അവർ ഭരിക്കുന്നു. 2024 ഇലക്ഷനിൽ ശശി തരൂർ ലീഡ് ചെയ്യുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു. അപ്പോൾ നോക്കി, 3ഉം ഒരു ഭയങ്കരമായിട്ട് കോമ്പറ്റീഷനാണ്. പക്ഷേ കേരള ടോക്സിൻ്റെ അന്വേഷണത്തിൽ നിന്നും ഫോൺ കോൾസിൽ നിന്നും അവിടുത്തെ ആളുകളുമായിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വരെ നമുക്ക് പുറത്തുപോയി സംസാരിക്കാൻ പറ്റിയപ്പോൾ ഇടതുപക്ഷത്തിന് വ്യക്തമായ ലീഡ് ഉണ്ടാവും. കേരള ടോക്സ് പറയുന്നു, ഇടതുപക്ഷം തിരുവനന്തപുരം നിയോജകമണ്ഡലം നിലനിർത്തും എന്ന് തന്നെയാണ് പറയുന്നത്. ആന്റണി രാജു മത്സരിക്കാൻ സാധ്യത ഇല്ല. അതിന് കാരണം അദ്ദേഹം കേസുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷ കേരള കോൺഗ്രസ് ബിക്കാണ് കൊടുക്കുന്നത് എന്ന് വെച്ചെങ്കിൽ ആര് മത്സരിക്കുന്നുള്ള കാര്യത്തിൽ കുഴപ്പമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ശബരിനാഥിൻ്റെ പേര് പറയുന്നത് കേൾക്കുന്നുണ്ട്, VS സുനിൽകുമാറിൻ്റെ പേര് പറയുന്നത് കേൾക്കാണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ആര് വരും എന്നുള്ളതിൽ യാതൊരു ഉറപ്പില്ല. പക്ഷെ കോൺഗ്രസ്സിൽ VS ശിവകുമാറിനാണ് കൂടുതൽ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ ഇടതുപക്ഷത്തിന് കേരള ടോക്സ് പറയുന്നുണ്ട് ശക്തമായ ത്രികോണ മത്സരം കാരണം ആര് ജയിക്കും എന്ന് പറയാൻ പറ്റില്ല. ശിവകുമാർ സാധ്യത കുറവൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു ടൈമിലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലും ഇടതുപക്ഷത്തിനാണ് സാധ്യത. മത്സരം മുറുകുമ്പോൾ അടിയൊഴുക്കുകൾ എങ്ങോട്ടാണെന്ന് പറയാൻ സാധിക്കുമില്ല. സാധ്യതകളെ പറയാൻ പറ്റുള്ളൂ. 100% കൺഫർമേഷൻ പറയാൻ പറ്റില്ല. ഞാൻ പോയി ജനങ്ങളിൽ നിന്ന് നേരിട്ട് ഡാറ്റ കളക്ട് ചെയ്തിരുന്ന എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളോട് പറയുന്നത്. ശരിയാവാം, ശരിയാവാതിരിക്കാം, അതിനുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരള ടോക്സ് പറയുന്നു, തിരുവനന്തപുരം ജില്ല ഇടതുപക്ഷം നിലനിർത്തും. താങ്ക് യു.